നമസ്കാരം. പ്രകൃതി സുകൃതിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായൊരു ഫ്രൂട്ട് സാലഡാണ് പരിചയപ്പെടുന്നത്. പ്രകൃതി രീതി എന്ന് പറയുമ്പോൾ പലർക്കുമുള്ളൊരു സംശയം അവിടെ സ്വാദിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും സ്വാദിഷ്ടമാണ്. അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ നിയമങ്ങൾ, പ്രകൃതിയുടെ നിയമങ്ങൾ ഒക്കെ പാലിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫ്രൂട്ട് സാലഡ് ഒരു ക്രീം ഉൾപ്പെടെ നമ്മൾ തയ്യാറാക്കുന്നതെന്ന്. ഈ ഫ്രൂട്ട് സാലഡിന് വേണ്ട പ്രധാനപ്പെട്ട ചേരുവകൾ എന്ന് പറയുന്നത് ഒരു കഷ്ണം പപ്പായ ഉണ്ട്, പിന്നെ ഒരു ആപ്പിളുണ്ട്, ഒരു മാങ്ങയുണ്ട്. ഈ 3 ചേരുവകളാണ് പ്രധാനപ്പെട്ട കഷ്ണങ്ങൾ. പിന്നെ നമ്മൾ അതിലേക്കൊരു ക്രീം തയ്യാറാക്കാൻ വേണ്ടി അല്പം തേങ്ങ പൂള് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് പാലെടുക്കണം. അതോടൊപ്പം തന്നെ ഒരു 4 ചെറിയ ഞാലിപ്പൂവൻ പഴമുണ്ട്. ഇത് രണ്ടും കൂടിയാണ് ക്രീമാക്കി തയ്യാറാക്കുന്നത്. പിന്നെ അല്പം ബദാം പരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ അല്പം തേനുമുണ്ട് മധുരത്തിന് വേണ്ടി. അപ്പോൾ ഇത്രയും ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കുന്നത്. ആദ്യം ഇതിലെ പ്രധാന പഴങ്ങളായ പപ്പായയും ആപ്പിളും മാങ്ങയും തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. പിന്നെ ഒരു ക്രീം, സാധാരണ ഫ്രൂട്ട് സാലഡിൻ്റെ ഒക്കെ ഒരു പരുവമാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രീമാണ്. അത് നമ്മൾ ഈ ഞാലിപ്പൂവൻ പഴവും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഈ തേങ്ങ അധികം വെള്ളമില്ലാതെ അല്ലെങ്കിൽ തീരെ വെള്ളമില്ലാതെ തന്നെ ഒന്ന് പാലെടുക്കണം. പ്രകൃതി രീതിയിൽ ഉള്ളൊരു ക്രീം നമ്മളിവിടെ തയ്യാറാക്കി. ഇതിൻ്റെ പ്രത്യേകത തണുപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൂടുതൽ സ്വാദിഷ്ടമാണ്, ആരോഗ്യകരമാണ്, യാതൊരുവിധ അപകടവും ഇല്ലാത്തതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഒരു സൂപ്പർ ഫ്രൂട്ട് സാലഡാണ് തയ്യാറാക്കിയിട്ടുള്ളത്, പ്രകൃതിദത്തമായൊരു ക്രീം ഉൾപ്പെടെ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇതിലെ ചേരുവകൾ, പഴങ്ങൾ നമുക്ക് മാറ്റാം. ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് പ്രാദേശികമായിട്ട് ലഭ്യമായിട്ടുള്ള പഴങ്ങൾ ഉപയോഗപ്പെടുത്താം. ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ കാലമാണിപ്പോൾ. എന്തായാലും ശരീരത്തിൻ്റെ, പ്രകൃതിയുടെ ഒക്കെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പ്രകൃതി രീതി. തീർച്ചയായും ഈ രീതി പിന്തുടർന്ന് രോഗമില്ലാത്തൊരു ജീവിതം ഉണ്ടാകട്ടെ. പ്രകൃതി സുകൃതിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ എഴുതാനും അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.